ഒരാൾ ആ വീട്ടിൽ സന്തോഷം. ഈ ഭാഗത്ത് നിന്നിട്ട് എന്നെ വളരെ വൃത്തികെട്ട ഒരു വേർഡ് പറഞ്ഞു. അതെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സത്യം പറഞ്ഞ ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത്. അപ്പോഴെങ്കിലും ഒന്ന് സിൻസിയർ ആവണ്ടേ? എത്ര നാളാണ് മുഖം മൂടി അണി നടക്കാൻ പറഞ്ഞ ഒരു മനുഷ്യൻ? എന്നോട് ആർക്കെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആർക്കെങ്കിലും എനിക്കത് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തിരുത്താൻ ശ്രമിക്കും. അതുകൊണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് ഇപ്പോൾ തീർക്കാം, അത്രേ ഉള്ളൂ. അതും പറയാൻ മടിയുള്ള ആളാണെങ്കിൽ ഞാൻ ഒന്നാമത്തെ കാര്യം അതങ്ങനെയല്ല. അത് എല്ലായ്പ്പോഴും അവസ്ഥകളാണ്. ഒരു വ്യക്തികൾക്ക് ചില സമയത്ത് വളരെ മോശം അവസ്ഥയുണ്ടാവും, അതേ മോശാവസ്ഥയിൽ നിന്ന് വളരെ നല്ല അവസ്ഥയുണ്ടാവും. എൻ്റെ ഏതോ ഒരു മോശം സമയത്ത് നടന്നൊരു കഥയാണിത്. അവരാഘോഷിക്കട്ടെ, അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കണ്ടന്റിനെ അവർ ആഘോഷിക്കാതെ എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. ചേട്ടൻ്റെ ലൈഫിൽ ശരിക്കും ഏറ്റവും വലിയ സപ്പോർട്ട് ആരാ? ഈ ഒരു എൻറ്റയർ കരിയറിൽ എടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ എന്തിനും ഏതിനും ഇപ്പോൾ ഒരു വിഷമം വന്നാൽ പോലും ആദ്യം വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഇപ്പം രേഷ്മ ഡെയിലി എങ്ങനെ കഴിഞ്ഞു പോകാം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു പാവ നാടകക്കാരനുണ്ടായിരുന്ന ഒരു സമയത്ത്, കാലടി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത്. അവളെ ആ വ്യക്തിയാണ് രേഷ്മ സ്നേഹിച്ചത്. എൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും എന്നെ സ്നേഹിക്കുകയും എന്നെ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുകയും എന്നിലെ കലാകാരനെ തിരിച്ചറിഞ്ഞു വന്ന ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ട് എന്നിലേക്ക് ഇറങ്ങി നിന്ന ഒരാൾ രേഷ്മ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ പതുക്കെ പതുക്കെ എന്നിലെ ഒരു കലാകാരനോടുള്ളൊരു ഒരു ഇഷ്ടവും ആകാംക്ഷയൊക്കെ ആയിരിക്കാം പിന്നെ ഞങ്ങളൊരു പ്രണയത്തിലേക്ക് എത്തിയത്. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടൻ അപ്പാനി ശരത്താണ്. ചേട്ടാ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? നല്ല വിശേഷം. സുഖം, സന്തോഷം. അതെ. ഓക്കെ ചേട്ടാ, അത്യാവശ്യം നല്ലപോലെ കഷ്ടപ്പെട്ട് തന്നെ ഈ ഒരു സിനിമാ മേഖലയിലേക്ക് വന്ന ഒരാൾ. അതിനുശേഷം മലയാളത്തിലും തമിഴിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ശരത് എന്നൊരു ആക്ടറിന് വ്യക്തമായ ഒരു പൊസിഷൻ മലയാളി ഓഡിയൻസിനടുത്തും തമിഴ് ഓഡിയൻസിനടുത്തും സൃഷ്ടിച്ചെടുത്തു. ചേട്ടൻ്റെ പഴയ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടൊരു സെൻറ്റൻസ് ആണ്, ഒരു ഷീറ്റ് കൊട്ടാരം പോലെ ഞാൻ പയ്യെ പയ്യെ കെട്ടിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു സിനിമാ ജീവിതം എന്ന്. ആ ശരത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊട്ടാരം ഇപ്പം എവിടെ നിൽക്കുക? വളരെ ഭംഗിയായി പണിതുകൊണ്ടേയിരിക്കുന്നു, പണി തീർന്നിട്ടില്ല. അതെ, നല്ലപോലെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നന്നായി പണിതുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വിശ്വാസം. അതെ, അത് ഇനി നമുക്കത് വലിയൊരു ചീട്ടുകൊട്ടാരം ഒന്ന് മാറ്റിയിട്ട് നല്ല ശരിക്കുമുള്ള ഒരു കൊട്ടാരമായി അത് നല്ല അടിത്തറയുള്ള കൊട്ടാരം ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൊട്ടാരം പെട്ടെന്ന് കാറ്റടിച്ചാൽ വീഴും, പക്ഷേ ഇത് കാറ്റടിക്കാതെ ഒരു കാറ്റിനും മഴയത്തൊന്നും ഒരു കേടുപാടും വരാതെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി വരണം. അത് തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഒരുപാട് വലിയ സ്ട്രഗിൾസ് അല്ലെങ്കിൽ പോലും ചേട്ടൻ അത്യാവശ്യം കുറച്ച് സ്ട്രഗിളൊക്കെ ചെയ്ത് സിനിമയിലെത്തി ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്ത് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ആ ഒരു ലൈഫ് ജേർണി എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? ഈ സ്ട്രഗ്ലിംഗ് എന്നതിനപ്പുറത്തേക്കും നമ്മൾ എടുത്തൊരു എഫേർട്ട് എന്നാണ് അതിനർത്ഥം. സ്ട്രഗ്ലിംഗ് ഒന്നുമല്ല. സ്ട്രഗ്ലിംഗ് എല്ലായ്പ്പോഴും എല്ലാ മേഖലയിലും എത്തിപ്പെടാനായിട്ട് വളരെയധികം സ്ട്രഗ്ലിംഗ് നമ്മളെല്ലാവരും എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് എടുത്തത് ഒന്നും തന്നെ സ്ട്രഗ്ലിംഗ് എന്നുള്ളതല്ല, നമ്മൾ ആ സമയത്തുള്ള നമ്മളെ സർവൈവലുകളാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊരിക്കലും നടനാകണം, സിനിമാ നടനാകണം എന്ന ആഗ്രഹത്തിന് പുറത്ത് അഭിനയ ജീവിതത്തെ നോക്കിക്കണ്ട ഒരാളല്ല. എൻ്റെ വളരെ കുഞ്ഞുനാൾ മുതലേ നാടകത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ നാട് തിരുവനന്തപുരം അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വളരെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വേദിയിൽ കയറുന്നത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോണോ ആക്റ്റാണ്. ആ സമയം മുതൽ ഇന്ന് നിങ്ങൾ മുന്നിൽ സംസാരിക്കും ഈ സമയം വരെ ഞാൻ കല കൊണ്ട് മാത്രം ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം അന്ന് മുതലേ കലയോടുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ, അഭിനയം എന്നതിനപ്പുറത്തേക്ക് എല്ലാ മേഖലയിലും. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പഠനകാലത്തിന് ശേഷമായിരിക്കുമല്ലോ ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് മാറിയത്. അതിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് ഈ സിനിമാ നടനാവാൻ വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധരി വേണ്ട. അതായത് ഇഷ്ടം കൊണ്ട് മാത്രം ഇറങ്ങി തിരിച്ച ഒരാളാണ് ഞാൻ. ഇഷ്ടം കൊണ്ട്, അഭിനയത്തിനോടും കലയോടുള്ള ഇഷ്ടം കൊണ്ട് ഇറങ്ങി തിരിച്ച ആളാണ്. ഒരു പരിധി വരെ കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ടും ആ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അത് എൻ്റേതായിട്ട് മാറിയിട്ട് എൻ്റെ കൂടെ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട്
കൂടെ കൂട്ടിയത് കൊണ്ടാണ് ഞാൻ നടനായത്. ചേട്ടന് സിനിമാ നടനാവണ്ടെന്നായിരുന്നോ അതോ നടനാവണ്ടെന്നായിരുന്നോ? ഏതാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ? ഒന്നും ആവണ്ട എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. അങ്ങനെ ആകാനായിട്ടല്ല, ഇറങ്ങി തിരിച്ചു. അത്രേ ഉള്ളൂ. ആകണ്ടെന്നല്ല, ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, കാണും. ചേട്ടന്റെ നാടകം ആണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്, ഇല്ലെങ്കിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. ഈ നാടകം ഇല്ലെങ്കിൽ ഈ ബാലെ പോലുള്ള ഇതിൽ അഭിനയിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ, ഒരു ലൗഡ് ആക്ടിംഗ് ആണ് നമ്മൾ പൊതുവേ കാണുന്നത്. സിനിമയിൽ അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ ചേട്ടൻ ഇത് രണ്ടും എങ്ങനെയാ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ഇത് ചേട്ടൻ രണ്ടും ചെയ്യുന്നുണ്ടല്ലോ, അപ്പം സിനിമയിലേക്ക് എത്തിയതിനു ശേഷം നാടകവും സിനിമയിലെ ആക്ടിങ്ങും രണ്ടും കൂടെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അത് ഒന്നാമത്തെ തിയേറ്റർ എന്താണെന്ന് അറിയാം, നാടകത്തിലെ അഭിനയം എന്താണെന്നും സിനിമയിൽ എത്രത്തോളം അഭിനയിക്കണമെന്നുള്ള വ്യക്തമായ ബോധമുള്ളത് കൊണ്ടായിരിക്കാം എനിക്കത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. കുഴപ്പമില്ലാതെ അതിനത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു സിനിമയിലേക്ക് എത്താനാണോ ശരിക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നത്, അതിൽ സർവൈവ് ചെയ്ത് പോകാനാണോ ശരിക്കും ബുദ്ധിമുട്ട്? ഇപ്പോഴാണെങ്കിൽ എത്താൻ എളുപ്പമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എല്ലായ്പ്പോഴും സർവൈവൽ തന്നെയാണ് പാട്. നമുക്ക് ഒരു സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ ആ സ്പേസിൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഉറപ്പായിട്ടും. ചേട്ടൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ ഈ ലക്ക് എന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പോൾ ചേട്ടൻ്റെ കാര്യത്തിൽ ചോദിക്കാനാണെങ്കിൽ ഒറ്റ ഓഡീഷൻ അറ്റൻഡ് ചെയ്തുള്ളൂ എന്ന് ചേട്ടൻ പറഞ്ഞു, അതിൽ തന്നെ കിട്ടി. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ പൊതുവേ ആൾക്കാർ ഒരുപാട് ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് ഓഡീഷൻസിനോട് തന്നെ വെറുപ്പ് തോന്നുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു അവസരം കിട്ടുന്നത്. ചേട്ടൻ ആദ്യത്തെ ഓഡീഷനിൽ തന്നെ നല്ലൊരു അവസരം കിട്ടി, രണ്ടാമത്തെ സിനിമ ലാലേട്ടൻ്റെ ഒപ്പം. അപ്പോൾ ശരിക്കും ഈ ലക്ക് എന്നൊരു ഫാക്ടർ ശരിക്കും ഉണ്ടോ സിനിമയിൽ നമ്മൾ മുന്നോട്ട് പോകും? എൻ്റെ ജീവിതത്തിൽ ലക്കല്ല, അത് ഞാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾക്കനുസരിച്ചുള്ള റിസൾട്ടാണ്. ഞാൻ അതിന് മുമ്പ് സിനിമയിൽ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമയുടെ ഓഡീഷന് മുമ്പ് ഞാൻ ചെയ്ത എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ അഭിനയ ജീവിതത്തിൽ ഞാൻ എടുത്തൊരു എഫേർട്ടുണ്ട്. ആ എഫേർട്ടിന് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് എൻ്റെ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന എൻ്റെ ആദ്യ സിനിമയിലെ അവസരം. ലക്കെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ലക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലക്ക് കിട്ടുമെന്ന് വെച്ച് നമുക്ക് ചാൻസ് കിട്ടും അല്ലെങ്കിൽ അതൊക്കെ സംഭവിച്ചോളൂ എന്ന് വെച്ച് ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെടുക്കുന്ന എഫേർട്ടിൻ്റെ റിസൾട്ടായിരിക്കും വരാൻ പോകുന്ന നല്ല നല്ല അവസരങ്ങളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, ഇപ്പോൾ ഈ പുതിയതായിട്ട് സിനിമയിൽ വരുന്ന ആൾക്കാരും അവരെ ഹാർഡ് വർക്ക് ചെയ്തതിന് എന്തായാലും ഒരു റിസൾട്ട് എന്തെങ്കിലും വരും, ആ രീതിയിൽ തന്നെ അല്ലേ? ഉറപ്പായിട്ടും 100% അങ്ങനെ തന്നെയാണ്. അവർ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അത്രത്തോളം നല്ല റിസൾട്ടുകൾ അവർക്ക് ഇന്ന് വന്നില്ലെങ്കിലും എന്നാണെങ്കിലും അവരെ തേടി വരും. പക്ഷെ അതിന് അത്രത്തോളം അത് ഇറങ്ങി സ്നേഹിക്കണം, അതിനെ അത്രയും ഇറങ്ങി അങ്ങോട്ട് മനസ്സിലാക്കുകയും അത്രയും ഇറങ്ങി തന്നെ നമ്മൾ എടുക്കണം നമ്മളുടെ ഉള്ളിലേക്ക്, എങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കൂ. അതെ അതെ തീർച്ചയായിട്ടും. ചേട്ടൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ. ഈ എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോകുന്ന ജേണിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റക്കായി പോകാറുണ്ട് പലരും. അങ്ങനെ ഒന്ന് നിന്ന് പോയ ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരിടത്തും സ്റ്റക്കാവാറില്ല. ഒന്ന്. രണ്ട്, ഒരിടത്തുനിന്നും എനിക്ക് നല്ലത് കിട്ടും അല്ലെങ്കിൽ എനിക്കെന്തോ ഭയങ്കര ഒരു സംഭവം വരും എന്നൊരു പ്രതീക്ഷയിലല്ല ഞാൻ ഒന്നും നിൽക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം നീറ്റായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് കിട്ടുന്ന ആ ഒരു അവസരം നമ്മൾ മാക്സിമം നന്നായിട്ട് തന്നെ സത്യസന്ധമായി അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ, ഫിനാൻഷ്യലിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്തും? സപ്പോർട്ടൊന്നും അങ്ങനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? സപ്പോർട്ടൊന്നും ചെയ്യും. അവൻ്റെ ഭ്രാന്ത്, ഇവൻ്റെ വട്ടോ ഇവൻ്റെ ഇഷ്ടത്തിന് ഇവൻ എന്തൊക്കെ കാണിക്കുന്നു, കാണിക്കട്ടെ. ചേട്ടൻ്റെ ലൈഫിൽ ശരിക്കും ഏറ്റവും വലിയ സപ്പോർട്ട് ആരാ? ഈ ഒരു എൻറ്റയർ കരിയറിൽ എടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ എന്തിനും ഏതിനും ഇപ്പോൾ ഒരു വിഷമം വന്നാൽ പോലും ആദ്യം വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നത് ഇപ്പം? രേഷ്മ, വൈഫ് തന്നെ. പിന്നെ അത്രേ ഉള്ളൂ. വൈഫ് നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ടൊരു മെമ്പറാണല്ലോ. രേഷ്മ തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളിലും. ചേട്ടൻ ഈ സിനിമയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്തും ചേച്ചിയോട് ഡിസ്കസ് ചെയ്യാറുണ്ടോ? സ്ക്രിപ്റ്റ് അങ്ങനെയൊന്നുമില്ല, സിനിമയൊന്നും ചൂസ് ചെയ്യുക അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. രേഷ്മ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് എനിക്ക് സിനിമ അങ്കമാലി ഡയറീസ് കിട്ടിയത്. പിന്നെ രേഷ്മയെ സംബന്ധിച്ച് രേഷ്മയ്ക്ക് ഇഷ്ടം കാലടി യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ വാശിയും എന്തും നേടണമെന്ന ആഗ്രഹത്തിനനുസരിച്ച് ഭയങ്കര ഒരുപാട് ബാധ്യതകളും ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഇതെല്ലാം ചുമലിലേറ്റി നടക്കുന്നൊരു പയ്യനുണ്ടായിരുന്നു. ഒരേ സമയം നാടകം പഠിക്കുകയും അതേസമയം തൊട്ടടുത്ത പല പല ജോലികൾക്ക് ചെയ്ത് വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുകയും ഡെയിലി എങ്ങനെ കഴിഞ്ഞു പോകാം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു പാവ നാടകക്കാരനുണ്ടായിരുന്ന ഒരു സമയത്ത് കാലടി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത്. ആ വ്യക്തിയാണ് രേഷ്മ സ്നേഹിച്ചത്.
അതിനുശേഷം അങ്കമാലി ഡൈറ്റ്സിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ എടുത്ത തീരുമാനമാണ് ഞാൻ പ്രണയിച്ച കൊച്ചിനെ തന്നെ വിവാഹം കഴിക്കണമെന്നുള്ളത്. കല്യാണം കഴിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും എൻ്റെ എല്ലാ സന്തോഷത്തിനും എനിക്കൊപ്പം എൻ്റെ കൂടെ ഉണ്ട്. അത്രേ ഉള്ളൂ. എൻ്റെ ഭാഗത്തുനിന്ന് മാത്രമേ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളൂ. മനസ്സിലായി. അപ്പം അത് ഞാൻ മനസ്സിലാക്കി തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രണയിച്ച് നടന്ന സമയത്തുള്ള ശരത്തോ രേഷ്മ അല്ല ഇപ്പോൾ. 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. മൂന്നാമതൊരു കുഞ്ഞ് വരാൻ പോകുന്നു. അപ്പം എൻ്റെ കാര്യത്തിലും എൻ്റെ മക്കളുടെ കാര്യത്തിലും എൻ്റെ മുന്നോട്ടുള്ള എല്ലാ ജീവിതത്തിലും മൊത്തം രേഷ്മയുടെ കയ്യിലാണ്. അതെ. ആ ഒരു പ്രണയിച്ച് നടന്ന കാലമൊക്കെ എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ പ്രണയ ജീവിതം? രേഷ്മയെ തിരിച്ചിഷ്ടപ്പെട്ടത് എങ്ങനെയാ? ഇപ്പം ചേർത്തേട്ടൻ്റെ ഒരു ഇത് പറഞ്ഞു, ഇങ്ങനെ നടന്ന ഒരാളെയാണ് രേഷ്മ സ്നേഹിച്ചതെന്നുള്ളത്. തിരിച്ച് രേഷ്മയെ പ്രണയിച്ചത്? എനിക്കിതിനു മുമ്പും ഒരുപാട് നല്ല ഭംഗിയുള്ള പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും എന്നെ സ്നേഹിക്കുകയും എന്നെ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുകയും എന്നിലെ കലാകാരനെ തിരിച്ചറിഞ്ഞു വന്ന ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ട് എന്നിലേക്ക് ഇറങ്ങി നിന്ന ഒരാൾ രേഷ്മ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. രേഷ്മ കോളേജിൽ BA ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. +2 കഴിഞ്ഞിട്ട് വളരെ ഡാൻസ് പഠിക്കാൻ വന്നൊരു പെൺകുട്ടിയാണ്. വളരെ കുഞ്ഞുനാൾ മുതൽ ഡാൻസ് ചെയ്യുന്ന ഒരാളാണ് രേഷ്മ. അവർ ടീംസാണ് രേഷ്മ, രമ്യ. അപ്പോൾ അവർ ഒരുപാട് പ്രോഗ്രാംസുകൾ വളരെ കൊച്ചിലെ തന്നെ സ്റ്റേജുകളിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് 2 പേരാണ്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ഫ്രൈഡേ എന്നൊരു നാടകം അവർക്ക് രേഷ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത്. ഞാൻ ഡയറക്റ്റ് ചെയ്ത നാടകം. അപ്പോൾ അതൊക്കെ പതുക്കെ എന്നിലെ ഒരു കലാകാരനോടുള്ളൊരു ഒരു ഇഷ്ടവും ആകാംക്ഷയൊക്കെ ആയിരിക്കാം പിന്നെ ഞങ്ങൾ ഒരു പ്രണയത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു കോളേജ് ലൈഫിലുള്ള ഒരു മരചുറ്റി പ്രണയം അങ്ങനെയൊന്നും ആയിരുന്നില്ല സത്യം പറഞ്ഞു. കാര്യം ഞാൻ കുറച്ചും കൂടി ആ സമയത്ത് എൻ്റെ പ്രായത്തിൽ കവിഞ്ഞുള്ള റെസ്പോൺസിബിലിറ്റി, അതെ അതെനിക്കുള്ളത് കൊണ്ടാവാം ഞാൻ ആ കുട്ടിയോട് ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മളെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയതിൽ ഭയങ്കര ഭാഗ്യം. പക്ഷെ ഇനി അങ്ങോട്ട് എന്താകുമെന്ന് ഒരു പ്രതീക്ഷയില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആകും. അതൊരുറപ്പാണ്. അന്ന് എൻ്റെ കൂടെ ഉണ്ടാവും. ആ ഒരു ഉറപ്പ് ഞാൻ പാലിച്ചു. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി എൻ്റെ കൂടെ ഉണ്ട്. ആ ഉറപ്പ് വിശ്വസിച്ച് കൂടെ വന്ന് ഇപ്പൊ സന്തോഷമായിട്ട് പോകുന്നു. സന്തോഷമായിട്ട്. ചേട്ടനെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ആരാ? അതും ചേച്ചി തന്നെയാണോ? ഇപ്പം സിനിമകൾ കണ്ടിട്ടാണെങ്കിലും അഭിപ്രായം പറയുന്നതും ക്രിട്ടിസൈസ് ചെയ്യുന്നതൊക്കെ ആരാണ്? രേഷ്മ അങ്ങനെ സിനിമയ്ക്ക് അകത്ത് കയറി ഒരു പരിപാടിക്ക് നിൽക്കാറില്ല, പറയാറില്ല. ഇല്ല. സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, നല്ല നല്ല കുറച്ച് സുഹൃത്തുക്കൾ അങ്ങനത്തെ പടങ്ങൾ ചെയ്യണ്ട അല്ലെങ്കിൽ എന്തിനാ ആ ക്യാരക്ടർ ചെയ്തേ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പൊതുവെ എൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാൻ തന്നെയായിരുന്നു. ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എൻ്റെ തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു കൊടുക്കാറില്ല. എൻ്റെ തീരുമാനങ്ങൾ എന്ത് തന്നെ ആയാലും അത് വളരെ മോശമായി റിസൾട്ട് മോശമായാലും റിസൾട്ട് നല്ലതായാലും അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ ഏറ്റെടുക്കും. ചേട്ടൻ പണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, മോശം സിനിമകളും നല്ല സിനിമകളും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. അഭിനയിക്കാൻ ഒരു വേഷം കിട്ടി അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അത് ചെയ്യും. പിന്നീടാണ് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ അത് ശരിയായില്ല എന്ന് തോന്നുന്നു. മോശം സിനിമ എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, എനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യും. അത് ടോട്ടാലിറ്റിയിൽ ജനങ്ങൾക്ക് കിടക്കുമ്പോൾ ജനങ്ങളാണ് വിലയിരുത്തുന്നത് മോശമാണോ നല്ലതാണോ എന്ന്. എല്ലായ്പ്പോഴും എനിക്ക് വരുന്ന എൻ്റെ എല്ലാ അവസരങ്ങളും നല്ല സിനിമകളായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മളെ തേടി വരുന്ന എല്ലാം നല്ലതാണ്. നമ്മളെ അഭിനയമാണ്, അത് കലയാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങളായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ അറിയാലോ, നമ്മളെ പ്രേക്ഷകർ നമ്മളെക്കാട്ടി ഭയങ്കര വലിപ്പത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഇല്ലേ? അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്. അപ്പം അവരുടെ അഭിപ്രായങ്ങളാണ് അത് മോശമാണോ നല്ലതാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം ചേട്ടന് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടറുകളും ചേട്ടൻ ചെയ്യാറുണ്ടോ? ഇല്ല അങ്ങനെ സെലക്ട് ചെയ്യും. സെലക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുറേ കഥാപാത്രങ്ങൾ കുറച്ച് കഥാപാത്രങ്ങളിലൂടെയൊക്കെ കടന്നു പോയതുകൊണ്ട് തന്നെ സിനിമ എന്താണെന്ന് കുറച്ചും കൂടി അറിവ് നമുക്ക് കിട്ടിയല്ലോ. ആ സിനിമയുടെ ടോട്ടാലിറ്റി നോക്കും. എൻ്റെ ക്യാരക്ടറിനപ്പുറത്തേക്ക് സിനിമ എങ്ങനെ ഉണ്ടാവും, സിനിമയുടെ കഥ, അതിൻ്റെ ക്യാമറ സൈഡ് എങ്ങനെ, അതിൻ്റെ ഒരു തിരിച്ചറിവുണ്ടല്ലോ നമുക്ക്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുക്കുന്ന ഭയങ്കര മെച്ചുവേർഡായിട്ട് തന്നെ ആ ഒരു +2 കാലഘട്ടത്തിന് ശേഷം അങ്ങനെ പോയൊരു ചേട്ടൻ്റെ ലൈഫിൽ ശരിക്കും ഒരു വീക്ക് പോയിന്റ്, അതായത് ചേട്ടൻ ഡൗൺ ആകുന്നത് അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? ഇപ്പം പറയുന്ന സ്റ്റോറികളിലെല്ലാം ഒരു സ്ഥലത്ത് പോലും തളരാതെ പിന്നെയും മുന്നോട്ട് പോയി ശ്രമിക്കുന്ന ഒരാളാണ്. ചേട്ടൻ്റെ ആയിട്ടൊരു വീക്ക് പോയിന്റ് ഉണ്ടോ?
പോയിന്റ് ഞാൻ എങ്ങനെ പറയും? എൻ്റെ വീക്ക് പോയിന്റ് ഞാൻ എങ്ങനെ പറയും? മറ്റൊരാളായിരിക്കും പറയേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിലാണ് വീക്കാണോ ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഒരു പർട്ടിക്കുലർ കാര്യത്തിലല്ല ഞാൻ ചോദിച്ചത്. ഇമോഷണലി ഒക്കെ ചേട്ടൻ്റെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ എന്നാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല, ഇല്ല. എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിളായി മെച്ചോർഡായി അങ്ങനെ തന്നെയാണ്. വീക്കാണോ ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ വീക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കുകയും പ്രതികരിക്കാൻ പാടില്ലാത്തടത്ത് എനിക്കെല്ലാം നമുക്ക് അങ്ങനെ ജീവിച്ചു വന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നുമില്ല. ഇപ്പം ഈ പ്രതികരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് പണ്ടിങ്ങനെ ഒരുപാട് വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്ന സമയത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഇങ്ങനെ, ഞാൻ എല്ലായിടത്തും കയറി പ്രതികരിക്കാറില്ല, കൃത്യസമയം വരുന്ന സമയത്ത് മാത്രം പ്രതികരിച്ചാൽ മതി, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു പരിധി വരെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ആദ്യം തന്നെ പ്രതികരിച്ചില്ലെങ്കിൽ അത് ആൾക്കാർ ആഘോഷിച്ച് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ചേട്ടൻ? ആഘോഷിക്കട്ടെ, അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കണ്ടന്റിനെ അവർ ആഘോഷിക്കാതെ എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേട്ടൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. ഇല്ല. നമുക്ക് പ്രതികരിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. അതിപ്പം നാളെ ഞാനായാലും വേറൊരാൾ ആരായാലും നമുക്ക് തെറ്റാണെന്ന് കണ്ടാൽ നമ്മളത് ചൂണ്ടിക്കാണിക്കുകയും അത് സംസാരിക്കുകയും ചെയ്യണം. പിന്നെ എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയുന്നത് കൊണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ദുഃഖകരമായ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടി ഞാൻ അതും പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. ചില വാക്കുകൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ വേറെ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ സമാധാനത്തിനെങ്കിലും ഞാൻ പോയിട്ട് പറയും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, മനഃപൂർവ്വമല്ല. ക്ഷമ പറയാൻ ഞാൻ ഓക്കെയാണ്. ഞാൻ അതിൽ ഒരു മടിയും കാണിക്കില്ല. ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ഞാൻ അംഗീകരിക്കും. ഞാൻ അല്ലാതെ ഞാൻ എന്നെ വലിയവനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെയും ഈ നിമിഷം വരെ ഞാൻ ഒരു നിർത്തിയിട്ടില്ല. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. അത്രേ ഉള്ളൂ. തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറഞ്ഞു, ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയണം. തെറ്റ് പറ്റിപ്പോയാൽ തുറന്ന് പറയുകയും ചെയ്യും. മനുഷ്യന്മാരാണ്, തെറ്റ് പറ്റിപ്പോയി, അത്രേ ഉള്ളൂ. ചേട്ടൻ മനസ്സിൽ ഒരിക്കലും ഈ ശത്രുതയോ അല്ലെങ്കിൽ വിരോധമോ ഒന്നും മനസ്സിൽ കൊണ്ടു നടക്കാത്ത ഒരാളാണ്. പക്ഷെ ചേട്ടൻ്റെ അടുത്ത് പലരും അത് മനസ്സിൽ കൊണ്ട് നടന്ന് എന്തെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ചേട്ടന്? ഞാനൊരു വ്യക്തിപരമായി ഞാൻ പറയുന്നില്ല, സത്യമായിട്ടും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. ചേട്ടനില്ല? എനിക്ക് ശത്രുക്കളില്ല. കാരണം എനിക്ക് ശത്രുക്കൾ വരാൻ വഴി ഞാനായിട്ട് ഒരുക്കി കൊടുക്കാറില്ല. എന്നോട് ആർക്കെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആർക്കെങ്കിലും എനിക്കത് തോന്നിക്കഴിഞ്ഞാൽ, എന്നോടൊരാൾക്ക് ശത്രുത ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തിരുത്താൻ ശ്രമിക്കും. അവരോട് പോയി സംസാരിക്കും. എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ, എന്താണ്, അതുകൊണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് ഇപ്പം തീർക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ പ്രശ്നങ്ങൾ അതും പറയാൻ മടിയുള്ള ആളാണെങ്കിൽ നമുക്കിനി ഒന്നും പറയാൻ പോട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ സിനിമാ ജീവിതത്തിൽ സുഹൃത്ത് ബന്ധങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ടോ? തീർച്ചയായും ഉണ്ടല്ലേ. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നമുക്കൊപ്പം പ്രവർത്തിക്കുന്നവർക്കൊപ്പം നമ്മളും കൂടെ ആ യാത്രയിൽ പോകണമല്ലോ. എന്നാലാണല്ലോ നമുക്ക് നല്ല നല്ല സിനിമകളും അല്ലെങ്കിൽ നല്ല നല്ല ബന്ധങ്ങളും നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടാവുന്നത്. ചേട്ടൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താരാ സിനിമയിലോ? ഇന്നൊരു വ്യക്തി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും ഞാൻ ചെയ്ത സിനിമകളിലുള്ള എല്ലാ സുഹൃത്തുക്കളും എൻ്റെ നല്ല കോൺടാക്ട്സിലുള്ള സുഹൃത്തുക്കളാണ്. എല്ലാവരുമായിട്ടും സിനിമയും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെ ഒരാളെ പർട്ടിക്കുലർ ആയിട്ട് പറയാൻ പറ്റില്ല, ഒരുപാട് ആൾക്കാരുണ്ട്. ചേട്ടന് മലയാളം സിനിമകളിൽ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു അക്സെപ്റ്റൻസ് കൂടുതൽ കിട്ടിയത് തമിഴ് ഓഡിയൻസിൻ്റെ അടുത്തുനിന്നായിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ചേട്ടന് ആ ഒരു അത് ക്യാരക്ടറിൻ്റെ ഡിഫറൻസ് കൊണ്ടാണോ, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ചെയ്ത ക്യാരക്ടർ ആദ്യ സിനിമ തന്നെ റോ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും എൻ്റെ ഒരു ആക്ടിങ് ഒരു സ്റ്റൈലൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി തമിഴിൽ കുറേ അധികം ക്യാരക്ടേഴ്സിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കുറച്ചധികം തമിഴ് പടങ്ങൾ എന്നെ തേടി എത്തിയത്. പക്ഷെ എന്നാലും മലയാളം വിട്ടുന്നല്ല, മലയാളങ്ങളും വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങാൻ പോകുന്നത് മലയാള സിനിമയാണ്. ഡെഡിക്കേറ്റഡ്, ഹാർഡ് വർക്കിംഗ്, ഇത് രണ്ടും ചേട്ടനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന രണ്ട് ടേംസ് ആണ്. ഇതല്ലാതെ എന്താണ് ചേട്ടൻ? അത് രണ്ടുമാണ്. അത് രണ്ടുമാണ്, അത് ഞങ്ങൾക്കറിയാം. അല്ലാതെ എന്താന്ന് ചോദിച്ചാൽ എന്താ? ഇത് ഞങ്ങൾക്കറിയാവുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരു പാവം മനുഷ്യൻ, ഒറ്റ വാക്കി തീർത്താം, ഒരു പാവം മനുഷ്യൻ. ചേട്ടൻ ശരിക്കും എപ്പോഴും ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരാളാണോ പണ്ട് തൊട്ടേ? ഒന്നും മറച്ചു വയ്ക്കാൻ ഇല്ലാത്തപ്പോൾ പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ സംസാരിക്കണേ? പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലൊരു കാര്യങ്ങളൊന്നും മറച്ചു വെച്ചിട്ട് നിങ്ങളെ മുമ്പിൽ നല്ലവനായി പ്രകടിപ്പിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അതുപോലെ മുമ്പിൽ നിന്ന് സംസാരിച്ചാൽ മതിയല്ലോ. സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ കഥാപാത്രങ്ങളായിട്ട് മാറാം.
അതിനുവേണ്ടി കുറച്ച് മാറ്റം വരും ഇതിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ ഇപ്പം ഞാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. പക്ഷെ ഇപ്പോൾ പൊതുവെ നമ്മൾ ഈ തുറന്ന് സംസാരിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരാറുണ്ട്. ചേട്ടൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ ചേട്ടൻ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് ഉള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ അങ്ങനെ തന്നെയാണോ പണ്ട് തൊട്ടേ? അപ്പോഴെങ്കിലും ഒന്ന് സിൻസിയർ ആവണ്ടേ? തീർച്ചയായിട്ടും. എത്ര നാളാണ് മുഖം മൂടി അണി നടക്കാൻ പറഞ്ഞ ഒരു മനുഷ്യന് ഇല്ലേ? അതെ. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ആർക്കും ആരുടെയും കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള സമയമില്ല. സുഖമാണോ, ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, ഇതൊന്നും, അല്ലെങ്കിൽ നീ ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ നിനക്ക് സുഖം, ഒന്നും ആരും തിരക്കാറില്ല. അപ്പോൾ ആകെ കിട്ടുന്ന ഒരു കുറച്ച് സമയം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള ചാനലുകളിൽ വന്നിരുന്ന് ഇതുപോലെ രണ്ട് വ്യക്തികൾ തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴാണ്. അവിടെയും ഞാൻ ഡ്രാമ കളിച്ച്, അവിടെയും ഞാൻ മുഖം മൂടി അണിഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്താണ്, എന്ത് ഐഡൻറ്റിറ്റിയാണ് എനിക്കുള്ളത്? പക്ഷെ അങ്ങനെയുള്ളവരുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ? എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. വേണമെങ്കിൽ എനിക്ക് നിങ്ങളും യെസ് ഐ നോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഷോ കാണിച്ച് സംസാരിക്കാം, നല്ല വൃത്തിയുടെ ഷോ കാണിച്ച് സംസാരിക്കാൻ എനിക്കറിയാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം എന്തിനാണെന്നേ? അതിൻ്റെ ആവശ്യമില്ല. എന്നെ കണ്ടുകൊണ്ടിരിക്കുക, എന്നെ അറിയാമെന്നുള്ള അടുത്തിരിക്കുന്ന ആൾക്കാർ പോലും എന്നെ തെറി പറയില്ല, ഇവൻ ഇങ്ങനെ അല്ലല്ലോ എന്ന് പറയാതെ. ഇവൻ എന്ത് ഇങ്ങനെ സംസാരിക്കണേ? ഇവൻ്റെ നാട്ടിൽ ലുങ്കി കൊടുത്ത് നടക്കുന്ന ചെക്കനല്ലേ, ഇവൻ എന്ത് ഇങ്ങനെ മുടയടിക്കണമെന്ന് തോന്നൂലേ? അതെ അതെ. അപ്പം ഞാൻ അവരെ പറ്റിക്കുന്ന പോലെ ആയിപ്പോവില്ലേ? അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. കോവിലുകൾ മാറ്റി നിർത്തലുകളുമാണ് ജീവിക്കാൻ മുന്നോട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വാശി തന്നത്. അങ്ങനെയാണോ? അത് തന്നെയാണോ ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു റൈഡിംഗ് സ്പിരിറ്റ്? അത് മാറ്റി നിർത്തലുകളും കൂവലുകളും തന്നെയാണ് എനിക്കെന്നല്ല ഏതൊരു കലാകാരൻ്റെയും ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കണം. അത് ചേട്ടൻ ഇതൊക്കെ അനുഭവിച്ചത് ഏത് സമയത്ത്? നാടക രംഗത്ത് ആ സമയത്താണോ? അത് എപ്പോഴും കൂടെ കാണും. ഈ നമ്മൾക്ക് സിനിമയിൽ വന്നതിന് ശേഷവും നമ്മളൊരുപാട് മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മാറാൻ പോണില്ല ഇവിടെ. ഇതൊന്നും മാറാൻ പോണില്ല. ഇവരുടെയൊക്കെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇടയിൽ നമ്മളെങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിലെ പ്രശസ്തി. ബാക്കി ഇതൊന്നും മാറാൻ പോണില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചേട്ടൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പണ്ട് ഇങ്ങനെ വയ്യാതെ വന്ന് ആശുപത്രിയിൽ പോകുന്ന സമയത്ത് പൈസ ഇല്ലാതെ വന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകേണ്ട സിറ്റുവേഷനൊക്കെ വന്ന് ഈ കഥകളൊക്കെ കേട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ രേഷ്മേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വെച്ചതാണ്, പക്ഷെ അപ്പം ഞാനത് വിട്ടുപോയി. ആ സമയത്തുമൊക്കെ രേഷ്മ ചേച്ചി ഒരു പാർട്ട്ണർ എന്ന നിലയ്ക്ക് ചേച്ചി അത്രയും സ്ട്രോങ് ആയിട്ടാണ് കൂടെ നിന്നത്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ പല കേൾക്കുന്ന കഥകളിലും പാർട്ട്ണർ എപ്പോഴും ഭയങ്കര സപ്പോർട്ടായിരിക്കും ലവ് മാരേജിൽ, പക്ഷെ പാർട്ട്ണറുടെ ഫാമിലിയും കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഒന്നാമത്തെ കാര്യം അത് അങ്ങനെയല്ല. അതായത് ഈ എല്ലായ്പ്പോഴും അവസ്ഥകളാണ് നമ്മൾ ഒരു വ്യക്തികൾക്ക് ചില സമയത്ത് വളരെ മോശം അവസ്ഥയുണ്ടാവും, അതേ മോശാവസ്ഥയിൽ നിന്ന് വളരെ നല്ല അവസ്ഥയുണ്ടാവും സ്വാഭാവികമായിട്ടും. എൻ്റെ ഏതോ ഒരു മോശം സമയത്ത് നടന്നൊരു കഥയാണിത്. അതിനെ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ രീതിയിൽ വളച്ചൊടിച്ചതാണ് സത്യം പറഞ്ഞു. ഒന്നുമല്ല, എനിക്ക് വളരെ സിറ്റുവേഷനിൽ എനിക്കൊരു ആശുപത്രി കാര്യം വന്നപ്പോൾ എൻ്റെ വീടിന് അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഞാൻ പോയി എന്നുള്ളതേ ഉള്ളൂ. ചേട്ടൻ പറയുന്ന സെന്റൻസുകൾ ആൾക്കാർ വളച്ചൊടിച്ച് വേറെ രീതിയിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോയി. ഞാൻ ആ ആശുപത്രി എന്ന് പറയുമ്പോൾ അതൊരു ആശുപത്രിക്ക് ഒരു പേരുണ്ട്. ആ പേര് ഞാൻ പറഞ്ഞത് ഒറിജിനൽ നെയിം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയി. എന്തിനാണ് നിങ്ങൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത്ര കുറച്ച് കാണുന്നത്? ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായി നോക്കിയ സമയത്ത് ആദ്യം കിടക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആൾക്കാർ ഞാൻ എന്താ പറഞ്ഞ വെച്ചാൽ എൻ്റെ പിള്ളേർക്ക് വയ്യാണ്ടായി, ഞാൻ പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി. പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല എനിക്ക് അവിടെ നിന്ന്. വളരെ സമയം എടുത്താണ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയത്. ഇത് പറഞ്ഞതിൽ എന്ത് കഷ്ടപ്പാടാണ് അവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ 10 കിലോമീറ്ററത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണോ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണോ? അതിൽ ഒരു ദുരന്തവും ഇല്ല, അതിൽ ഒരു ദുരിതവും ഇല്ല. മനസ്സിലായില്ലേ? എൻ്റെ കുഞ്ഞിന് വളരെ ക്ലിയർ ആയിട്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടണം. അതും കോവിഡ് സമയത്താണ്, നിങ്ങൾ ഓർക്കണം. മറ്റൊരിടത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞിന് കറക്റ്റ് ട്രീറ്റ്മെന്റ് പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള ആകെ പോൺ വഴി എനിക്ക് അവിടെ ചെല്ലുക എന്നുള്ളതാണ്, എത്തിപ്പെടുക എന്നുള്ളതാണ്. ആ റെസ്പോൺസിബിലിറ്റി ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ഞാൻ ഭംഗിയായിട്ട് പെട്ടെന്ന് തന്നെ എത്തിച്ചേരും. അതൊരു ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ന്. പിന്നെ അത് കോവിഡ് സമയത്ത് എൻ്റെ കൊച്ചുങ്ങൾക്ക് വയ്യാതെ ഇതിനാ പിന്നെ അപ്പാന് ചേർത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെയല്ല, അങ്ങനെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടി അവസാനം കുഞ്ഞിനെ കൊണ്ടെടുത്ത് ഓടി. ഞാൻ ചോദിച്ചു അതിന് എന്തോരം ഹെവി നല്ല ഫെസിലിറ്റീസ് ആണ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത്. തീർച്ചയായിട്ടും. എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ കുറച്ച് കാണാൻ ശ്രമിക്കുന്നത്? ഓരോ വാക്കുകളിലൂടെ വളച്ചൊടിച്ചിട്ടൊക്കെ അതിൻ്റെ ആവശ്യമില്ലല്ലോ.
എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സത്യം പറഞ്ഞ ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ അപ്പാനി ശരത്ത് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ്റെ സിനിമാ വിശേഷങ്ങളും സിനിമയുടെ കഥകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നത് കാർ ഉണ്ടായിരുന്നില്ല, അല്ല കാറ് വിറ്റു. ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ടാണ് കാറ് വിറ്റു, ബാക്കിയില്ല പറയുന്നില്ല. BMW ആണ് ചേട്ടൻ കാറ് വിറ്റിട്ട് വാങ്ങിച്ചത്. അതിനെപ്പറ്റി ആർക്കും സംസാരിക്കേണ്ട, അവിടെ വരെ ഉള്ളൂ. കുഞ്ഞിന് വയ്യാതെ വന്നപ്പോൾ കുഞ്ഞിനെ എടുത്ത് ഗവൺമെന്റ് ആശുപത്രിയിൽ കോടി. എൻ്റെ ജീവിതമാണ് ഇത്, വേറൊരാളുടെ ജീവിതമല്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ ജീവിതമാണ്. അപ്പോൾ എന്നോട് ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഞാൻ വന്നിട്ട് ലൈഫിലെ കഥകൾ ഞാൻ പറയുമ്പോൾ അത് കേട്ട് മിനിമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരാൾ പറയുന്നത് കേൾക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സത്യമായിട്ടും അത് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ എങ്ങനെ കച്ചവടവൽക്കരണം ചെയ്യാൻ ചിന്തിക്കുന്നിടത്ത് എന്ത് ചേട്ടൻ അന്ന് ഈ ഒരു സംഭവം വന്നപ്പം, അതായത് ആൾക്കാർ ഈ രീതിയിൽ വളച്ചൊടിച്ച രീതിയിൽ വന്ന സമയത്ത് ചേട്ടന് പ്രതികരിക്കാൻ തോന്നിയായിരുന്നു, ഇത് ഞാൻ ഇങ്ങനല്ല പറഞ്ഞ, ഇത് വിറ്റിട്ട് ഞാൻ വാങ്ങിച്ചത് BMW ആണ്. ഞാൻ ആരോടൊക്കെ ഞാൻ എങ്ങനെ പ്രതികരിക്കും ഒന്ന് പറഞ്ഞേ, ഞാൻ എങ്ങനെ പ്രതികരിക്കും? എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണത്. ഇനി എനിക്ക് അതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ചേട്ടന് സിനിമയും നാടകവും അഭിനയവും കലയും ഇതെല്ലാമാണ് ജീവിതം, സ്വപ്നം, സന്തോഷം. ഈ ഒരു സന്തോഷമല്ലാതെ മറ്റെന്തായിരിക്കും ഒരു ഹാപ്പിനെസ്? എൻ്റെ കുടുംബത്തിനൊപ്പം നല്ല മകനായി നിൽക്കുക, നല്ല അച്ഛനായി നിൽക്കുക, നല്ല സഹോദരനായി നിൽക്കുക, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് പാവ മനുഷ്യരുണ്ട്, അവർക്കിടയിൽ ഒരു നാഥനായിട്ട് നിൽക്കുക, അത്രേ ഉള്ളൂ. ഒരു ഫാമിലി മാൻ ആണോ ചേട്ടൻ ശരിക്കും? ഉറപ്പായിട്ടും. ഓക്കെ. ഇപ്പോൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന, ഇല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്ത കഥകളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ശരത്തേട്ടനടുത്ത് അടുത്തൊരു 5 വർഷം കഴിയുമ്പം എവിടെ നിൽക്കുന്നതാണ് ചേട്ടന് കാണാൻ ആഗ്രഹം? അടുത്ത 5 വർഷം എന്നുള്ളതല്ല, എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ സിനിമകൾ, ഞാൻ അഭിനയിക്കുന്ന എൻ്റെ സിനിമകൾക്ക് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറണം. എൻ്റെ സിനിമകൾ കാണാനായിട്ട് തിയേറ്ററിൽ ജനകോടികൾ മുഴുവൻ തിരക്കിൽ ഓടണം. എനിക്ക് ഷൂട്ടിംഗ് സ്പേസിൽ പോലും സ്വതന്ത്രമായിട്ട് അഭിനയിക്കാനുള്ളൊരു അവസരം കിട്ടാത്ത രീതിയിൽ അത്രയും അധികം ആരാധകരല്ല, ഞാനെന്ന നടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവണം, അംഗീകാരങ്ങൾ ഉണ്ടാവണം, നാഷണൽ അവാർഡ് വാങ്ങണം, ഭയങ്കര ആഗ്രഹം, നാഷണൽ അവാർഡ് വാങ്ങണം, സംസ്ഥാനത്തിലെ മികച്ച നടനായിട്ട് മാറണം. എൻ്റെ സിനിമകൾ, ഞാൻ ചെയ്ത എൻ്റെ പെർഫോമൻസുകൾ എല്ലായ്പ്പോഴും എല്ലായിടങ്ങളിലും അംഗീകരിക്കപ്പെടണം. ഇതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് പുറകെ വരുന്ന എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, അവർക്കൊക്കെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അറിവോടുകൂടിയാണെങ്കിലും വളരെ അടിത്തറയായിട്ടുള്ളൊരു ജീവിതം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി, അത് ഞാൻ നന്നായിട്ട് ചെയ്യണം. അങ്ങനെ എൻ്റെ ആ റെസ്പോൺസിബിലിറ്റി എനിക്ക് നന്നായിട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ലൈഫ് സെറ്റിൽഡ് ആവണം. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ചേട്ടന് വന്ന ആ ഒരു പാഷനും റെസ്പോൺസിബിലിറ്റി ഒരുമിച്ച് കൊണ്ടുവേണ്ടി വന്നൊരു പ്രഷർ ഒരിക്കലും മക്കൾക്ക് ഉണ്ടാവരുത്. ഒരിക്കലും എൻ്റെ മോന് വരരുത്, അത് മോനെന്നല്ല എൻ്റെ മക്കൾക്ക് വരരുത്. അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമായിട്ട് പറ്റണം. ഞാൻ അനുഭവിച്ചതുപോലെയൊന്നും അനുഭവിക്കാൻ പാടില്ല. രാത്രി ഉറക്കമൊഴിഞ്ഞ് നാടകം കളിച്ചിട്ട് രാവിലെ ബൈക്കിൽ പോസ്റ്റ് ഓഫീസുകളിൽ കത്ത് കൊടുക്കാൻ പോയുള്ള അവസ്ഥ ആലോചിക്കും. ഞാൻ പറഞ്ഞില്ല പോസ്റ്റ് ഓഫീസ് ജോലി കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല, സോറി. ഞാൻ കുറച്ച് നാൾ ഇ ഡി പോസ്റ്റ് ഓഫീസ് ED ക്ലർക്കായിരുന്നു. മീൻസ് ടെമ്പററി ആയിട്ട് പോസ്റ്റ് ഓഫീസ് ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സമയങ്ങളിൽ രാത്രി നാടകങ്ങൾ ചെയ്യുകയും പകൽ കത്തുകൾ കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ പല സഭകളിലും പല സ്ഥലങ്ങളിലും പോയിട്ട് നിന്നൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ. ബൈക്കൊക്കെ എവിടെയെങ്കിലും ചാരി വെച്ചിട്ട് ബൈക്കിലൊക്കെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. കാരണം രാത്രി നാടകം രാവിലെയാണ് ഞാൻ ഇത്തരത്തിലുള്ള ജോലികൾക്ക് പോകുന്നത്. അതുപോലെ പല ജോലികൾക്ക് പോകുമ്പോഴും, പെയിൻറ്റിങ് ആണെങ്കിലും എല്ലാ ജോലികൾക്ക് പോകുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ചേട്ടൻ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട്? എല്ലാം ഒരുപാട്. ഞാൻ റെയിൽവേയിൽ IRCTC ചായ ബിസിനസ് നടത്തിയിട്ടുണ്ട്. ഈ കാറ്ററിംഗ് സർവീസ് IRCTC നമ്മൾ ചായയുടെ ജോലി ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. അത് വലിയൊരു കാര്യമാണ്, വലിയൊരു മാറ്റമാണ് ചേട്ടാ. സന്തോഷത്തോടെ കാണും. അതെ, അങ്ങനെ തന്നെ. പിന്നെ അതേപോലെ റെയിൽവേയിൽ പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറേ അധികം ഇഷ്ടംപോലെ ജോലി. എറണാകുളത്ത് തന്നെ ഇഷ്ടംപോലെ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ. എറണാകുളത്ത് നമ്മളെ ഒബ്രോൺ മാളില് തിയേറ്ററിലൊക്കെ പോപ്കോണിൻ്റെ ഓർഡർ എടുത്തിട്ട് കൊണ്ടു കൊടുക്കുന്ന അത് ജോലി ചെയ്തിട്ടുണ്ട്. ഡെൻ നെറ്റ്വർക്ക്, അതാണ് നല്ല ജോലിയായിരുന്നു. ഡെൻ നെറ്റ്വർക്ക് എല്ലാ ജോലിയും അടിപൊളിയായിരുന്നു. ഞാൻ എൻജോയ് ചെയ്യും മുഴുവൻ. ഈ റെയിൽവേയിലെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അമ്മ തിരുവനന്തപുരം മുതൽ ഡൽഹി വരെയുള്ള കേരള എക്സ്പ്രസ്സിലായിരുന്നു എനിക്ക് ജോലി. അടിപൊളിയാണ്. അതായത് ഓരോ വ്യക്തികളെ ഓരോ സമയത്ത് നമുക്ക് കാണാം, എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യാം.
ഇത്ര സന്തോഷത്തോടെ ട്രെയിനിൽ സാധാരണ ട്രെയിൻ യാത്ര ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യും, കുറേ നല്ല കണക്ഷൻസ് ഉണ്ട്, കിട്ടും, നല്ല ചിരിച്ചും മറിഞ്ഞും. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോയി ആ ചായ ഫുൾ സെയിൽ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം കാണണം. അടിപൊളിയാണ് ഇതൊക്കെ. പിന്നെ ടിപ്പ് കിട്ടും, പൈസ കിട്ടും ഒത്തിരി. ആ പൈസയൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഡൽഹിയിൽ പോയിട്ട് കുറേ ഡ്രസ്സൊക്കെ എടുക്കും, പോയിട്ട് മറ്റേ ഇതുണ്ടല്ലോ സ്ട്രീറ്റ്, അതൊക്കെ എടുത്തിട്ട് ആ ഒരാഴ്ച അത് ഫുൾ ഇട്ട് ചെത്തി നടക്കും. അങ്ങനെയൊന്നും ദുരന്തങ്ങളൊന്നും അല്ല ഇത്. ഇതെല്ലാം ഇപ്പോഴും ഫുൾ എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാട്ടി ഞാൻ ഹാപ്പി ആയിരുന്നു അന്ന്. സത്യമായിട്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പം ഉള്ളതിനെ കാട്ടി ഹാപ്പി ആയിരുന്നു. ഇപ്പം എത്ര കിട്ടിയാലും തികയില്ലല്ലോ നമുക്ക് ആർക്കും. അന്ന് എത്ര കിട്ടിയാൽ അത് മതി, അതിൽ ജീവിക്കും നമ്മൾ. അത് അത്ര ജോലികളൊക്കെ ഒത്തിരി ജോലികളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അത്രേ ഉള്ളൂ. ചേട്ടനാ കത്ത് കൊടുക്കാൻ പോയി അവിടെ നിന്ന് അത് ഞാൻ പറഞ്ഞത് അതാണ്. രാത്രി ജോലികൾക്ക്, രാത്രി നാടകത്തിന് പോയിട്ട് പകൽ വന്നിട്ട് ഉറക്കം തോന്നും. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പാഷന് പുറകെ പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നത്. അതെൻ്റെ മക്കൾക്ക് വരരുത്. അവർക്ക് എന്താണോ ആഗ്രഹം അവരതനുസരിച്ച് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് പോകണം, മുന്നോട്ട് പോകാം. അത് എൻ്റെ മക്കളെന്ന് മാത്രമല്ല, വളർന്നു വരുന്ന എല്ലാവരും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. അവരെന്താണോ അവർക്ക് ജീവിതത്തിൽ ആകാൻ ആഗ്രഹിക്കുന്നത് അത് അവർ നല്ല സന്തോഷത്തോടു കൂടി അതിലേക്ക് എത്തട്ടെ. കഷ്ടപ്പാടും ദുരിതമൊക്കെ വന്നുകൂടാന്നില്ല, വരും. എന്നാലും വരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വരാതിരിക്കാനല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, ഈ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സെറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് ചോദിക്കാട്ടോ, ചേട്ടന് ഏറ്റവും നല്ലൊരു ഫാൻ മൊമെന്റ് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അയ്യോ, ഒത്തിരി ഉണ്ട്. ഏതെങ്കിലും പർട്ടിക്കുലർ പറയാൻ പറ്റുമോ? ദിവസം ഒരു കാറിലൊരു ഇങ്ങനെ എന്തോ ഒരു ആവശ്യമായിട്ട് യാത്ര ചെയ്തുകൊണ്ട് ഞാൻ ഇച്ചിരി ഡെസ്പാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ബസ് ഇങ്ങനെ പാസ് ചെയ്ത് പോയി. ബസ്സിൽ ഞാൻ വലിയ ബസ്സിൽ അത് എന്തോ ഒരു വിഷമത്തിൽ ഇങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പുറകെ ഒരു ബസ് ഇങ്ങനെയൊക്കെ പാസ് ചെയ്ത് പോയി. ഇപ്പം ബസ്സിൻ്റെ പുറകിൽ അപ്പാൻ്റെ തോട്ടയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. അമ്പേ, ഇറക്കം കൊള്ളാമല്ലോ, സന്തോഷം. അപ്പം അങ്ങനെയുള്ള കുറേ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ട്. ഈ ആൾക്കാർ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ വന്ന് സംസാരിക്കാറില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതുപോലൊരു സങ്കടം എനിക്കില്ല. ആണോ? ഭയങ്കര സങ്കടം. എൻ്റെ ചില ആൾക്കാരൊക്കെ ചെയ്യും കറക്റ്റ് ശരത്തപ്പാനി പോലെ ഉണ്ടല്ലോ. ചില സിനിമയിലൊക്കെ ഉണ്ടോ, ഒരു വീട്ടിലൊക്കെ സുഖിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ചില കൂട്ടുകാരന്മാർ ഫ്രണ്ട്സൊക്കെ അവിടെ വരാറുണ്ട്. ഇവർക്കൊന്നും എന്നെ ചിലപ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ മനസ്സിലാവില്ല. മനസ്സിലാവാതെ എങ്ങാനും പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായി. ഇവരെന്നെ മനസ്സിലായില്ലേ? അല്ല, എനിക്ക് എല്ലായ്പ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് എപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി വരണം, നീ ചെയ്ത സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നു പറയണം, എന്നെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉള്ളത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. നല്ല കാര്യം. ചില ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ അന്നും ഭയങ്കര ഡെസ്പായിരിക്കും ഞാൻ ആ കാര്യത്തിലൊക്കെ. എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നിച്ചു, മനസ്സിലായില്ലേ മനസ്സിലായി. ഓക്കെ, എന്തായാലും എനിവേസ് ഇത്രയും നേരം ചേട്ടൻ എൻ്റെ കൂടെ നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് 1-2 വട്ടം പറഞ്ഞ പോലെ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഒരുപാട് സന്തോഷം. ചേട്ടൻ ഈ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചേട്ടൻ ഇപ്പോൾ ആ ഒരു ബസ്സിൽ ഫോട്ടോ കണ്ടതുപോലെ തന്നെ ഈ പറഞ്ഞ ടിക്കറ്റ് കിട്ടാൻ ആൾക്കാരില്ലാത്ത അത്രയും ഒരു നല്ല രീതിയിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഫിലിംസ് ചേട്ടന് ചെയ്യാൻ കഴിയട്ടെ. നല്ലൊരു ഉയർച്ച ഉണ്ടാവട്ടെ ചേച്ചിക്കും വരാൻ പോകുന്ന കുഞ്ഞാവയ്ക്കും എല്ലാവർക്കും. അപ്പോൾ താങ്ക്സ് ഫോർ ജോയിനിങ് ചേട്ടാ. താങ്ക് യു. എനിക്കും എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് അത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് അവർക്കിടയിൽ ഞാനൊരു നടനായിട്ടുണ്ട്. അതെ. അപ്പോൾ നടൻ എന്നതിനപ്പുറത്തേക്ക് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും എന്നോടൊരു ചെറിയൊരു ഇഷ്ടമുണ്ട്, എനിക്കതറിയാം. ഒരു നമ്മളെ സ്വന്തം ആൾ അല്ലെങ്കിൽ നമ്മളെ അയൽവക്കത്തു നിന്ന് വന്നൊരു പയ്യൻ എന്നുള്ളൊരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ വൈഫ് ഫ്ലഡ് സമയത്ത് ആദ്യമായിട്ട് ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് ഫ്ലഡ് ആയിരുന്ന സമയത്ത് ഞാനൊരു ഫേസ്ബുക്കിൽ ലൈവ് വന്നിരുന്നു, ഓർമ്മയുണ്ടോയെന്നറിയില്ല. അപ്പം അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ജനങ്ങൾ ആ സമയത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. മോനെ വിഷമിക്കല്ലേ, മോനെ എല്ലാം ഓക്കെ ആവും, ഇപ്പോൾ ഓക്കെ ആണോ എന്നൊക്കെ. അപ്പം എനിക്കറിയാം ഒരു കലാകാരന് കിട്ടുന്ന പരിഗണനയും സ്നേഹവും സപ്പോർട്ടൊക്കെ ഒന്നും വേറെ ആർക്കും കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും അവരോട് പൂർണ്ണമായിട്ടും റെസ്പോൺസിബിലിറ്റി പാലിക്കണം ഒരു സമൂഹത്തിനോട്. അപ്പോൾ ആ പ്രേക്ഷകർ എല്ലാവരോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ നന്ദി. മുഴുവൻ സമയവും കലയിൽ തന്നെ ആയിരിക്കും എൻ്റെ ജീവിതം. നല്ലൊരു മകനായി നല്ലൊരു അച്ഛനായി ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഇടയിലുള്ള ഒരാളായിട്ട് ഞാൻ നല്ലൊരു മനുഷ്യനാണ് ജീവിതത്തിൽ പിന്തുടരും. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചേട്ടൻ ഇമോഷണൽ ആണോ ശരിക്കും എപ്പോഴും? അല്ല, ആവശ്യത്തിന്. ആരാണ്
എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് ഇമോഷൻ ആവേണ്ടടുത്ത് ഞാൻ ഇമോഷൻ ആവും, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലായ്പ്പോഴും ഇമോഷനായിട്ട് ഇരിക്കാനും പറ്റില്ല. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇമോഷണലായി പോവും. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആയില്ലെങ്കിൽ പിന്നെ എന്ത് ആണ്? അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞ ചേട്ടാ നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് അത് വരുന്നത്. താങ്ക് യു. ഓക്കെ ചേട്ടാ, അപ്പോൾ എന്തായാലും എല്ലാവിധ സക്സസും ചേട്ടന് കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്.